കാര്യം ഈ കാലഘട്ടങ്ങളിലെ ദൈവം ഉടമ്പടി നൽകിയത് ഈ വിശുദ്ധ മന്ദിരത്തിലാണ്. അപ്പോൾ ദൈവം ഇവിടെ 24 മണിക്കൂറും കുടികൊള്ളുകയാണ്. 10,000ങ്ങളാണ് ഓരോ മാസവും എന്തൊരു വിശുദ്ധ ജീവിതത്തിലേക്കും സാക്ഷ്യ ജീവിതത്തിലേക്കും വരണത്. പണ്ടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ധ്യാനം കൂടിയാൽ എന്തെല്ലാം പാടാ. പിന്നെ നവീകരണ ധ്യാനം കഴിഞ്ഞാൽ പിന്നെ വളർച്ചാ ധ്യാനം കഴിഞ്ഞാൽ ആന്തരിക സൗഖ്യ ധ്യാനം കഴിഞ്ഞാൽ പ്രാർത്ഥന അനുഭവ ധ്യാനം കഴിഞ്ഞാൽ വരദാനങ്ങളുടെ ധ്യാനം, അത് കഴിഞ്ഞ് കൗൺസിലിംഗ് കോഴ്സ് ശുശ്രൂഷ കോഴ്സ് കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ വല്ലതുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ള ബോധ്യം കിട്ടുന്നത്. ഇത് വേണ്ടല്ലേ? ഇപ്പം ഒരാഴ്ചക്കുള്ള ആളങ്ങടെ മാറുകയല്ലേ, ദൈവം മാറ്റുകയല്ലേ. കൈ എടിച്ച് കർത്താവ് പറയണത് മക്കൾ വഴക്കാട്ടെടുക്കരുത്, മറിച്ച് അബദ്ധങ്ങൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി. ഒന്നാമത്തേൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാനിങ്ങനെ വന്നൊരു വഴിയെന്ന് പറയണത് സത്യസന്ധമായൊരു വഴിയാണ്. പക്ഷേ അച്ഛനായ കാലം മുതൽ എൻ്റെ അപ്പൻ ഈശോയാണ് ദൈവമെന്ന് എനിക്ക് പറഞ്ഞു തന്ന കാലം മുതൽ ഞാൻ ഈശോനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, ആർക്കാണ് നമുക്ക് വക്രതയില്ലാതെ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അവരോട് ദൈവം സത്യസന്ധനായതുകൊണ്ട് അതിൻ്റെ ആനുപാതികമായ റെസ്പോണ്ടിങ് ഉണ്ടാവും. ഏത് രീതിയിലാണ്? അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ എന്താ വക്രം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളോട് ചില സമയത്ത് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ പറയും. അപ്പോൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ പറയും നിങ്ങളോട്. അപ്പം നിങ്ങൾ വസ്ത്രം കൊടുക്കും. നമ്മൾ തന്നെ ഇവിടെയും കൊണ്ടുവന്ന് തരും കുറേ വസ്ത്രങ്ങൾ. ഇത് നമുക്ക് അതുപോലെ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ കായൻ്റെ ബലി പോലെ ചെയ്യാൻ പറ്റും. ചീഞ്ഞതും പൊട്ടിയതൊക്കെ കൊണ്ടുവന്ന് ആൾക്കാർക്ക് കൊടുക്കുക. ഞങ്ങളതൊക്കെ കത്തിച്ച് കളയുള്ളൂ. കാര്യം നമുക്കൊരു മാന്യതയില്ലേ? ഈ കൃപാസനമല്ലേ ഇതിനിത് നിങ്ങളെ കൊണ്ടുവന്ന് തന്നു പറഞ്ഞാൽ കൊടുക്കണതിന് എന്താണ്? കൃപാസനമല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡില്ല എന്നാണ് നമ്മൾ കത്തിച്ച് കളയും. എന്താ അറിയാം, കർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ലേ. അപ്പം അത് കൊടുക്കുമ്പോൾ അത് ഭംഗിയായിരിക്കണം, വൃത്തിയായിരിക്കണം, ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ കൂടെ 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ ഈശോ എന്താ പറഞ്ഞത്? 2 മൈൽ പോകണം. അത് തന്നെയാണ് നമ്മുടെ ശണ്ടം കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നതിലൂടെ മേലങ്കി കൂടി വിട്ടുകൊടുക്കണം. എന്ത് സംഭവിച്ചാൽ ദൈവദൃശ്യന് വ്യാപരിക്കുന്നതിനൊരു രീതികളുണ്ട്. ഇപ്പം നിങ്ങൾ ഉടമ്പടി ഇപ്പോൾ അതിർത്തി തർക്കമുണ്ടായി, വഴക്കുണ്ടായി, കേസുണ്ടായി, അല്ലെങ്കിൽ ചില പുരയിടം ചില ആൾക്കാർ നമുക്ക് തരണില്ല, നമുക്ക് വഴി നടത്താൻ പറ്റണില്ല, അതുകൊണ്ട് നമുക്ക് വീട് വെക്കാൻ പറ്റണില്ല, നമ്മളവിടെ നിന്ന് വിറ്റുചുട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കണം, അവരും ആഗ്രഹിക്കണം, നമുക്കിത് വിറ്റ് കിട്ടിയാൽ മതി, പക്ഷേ വില കിട്ടാത്തത് കൊണ്ട് നമ്മൾ പോണില്ല. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വെച്ചൊന്ന് ചാടുമ്പോൾ ഇപ്പം തന്നെ നിങ്ങളെ ഓടുന്ന വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടിയിട്ട് വണ്ടിക്ക് മുമ്പ് എത്താൻ നോക്കരുത്. മറിച്ച് പതുക്കെ പ്രാർത്ഥിച്ച് നിൽക്കണം. കാരണം നിങ്ങളെടുത്തിരിക്കുന്ന വിഷയം നിങ്ങളുടെ വസ്തുവിൻ്റെ വിഷയമല്ല, അത് വ്യക്തിയുടെ വിഷയമാണ്. വസ്തുവിൻ്റെ വിഷയമായിരുന്നെങ്കിൽ അപ്പം തന്നെ ആ സംഭവം വിറ്റുമാറിയണം. മറിച്ച് ഈ വിഷയത്തിലൂടെ വ്യക്തിയായ നിങ്ങളെ ദൈവം വചനം സ്വീകരിക്കുന്ന രീതിയിലേക്കും വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന പരുവത്തിലേക്കും കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കൈയടിച്ച് കർത്താവ്
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ നിയമാവർത്തനം 32:20 കണ്ടത് വക്രതയില്ലാതെ, വളഞ്ഞ വഴികളില്ലാതെ വിശ്വസ്തയോടെയാണ് ചെയ്യേണ്ടത്. വിശ്വസ്തയോടെ ചെയ്താൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ വിശ്വസ്തയോടെയാണ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണയുടെ സബ്സിഡി ലഭിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ? ഏക്കണത് 7:12 എതിരെയോ 7:12 അത് നിയമാവർത്തനം വായിച്ച് ശ്രദ്ധിക്കട്ടെ. നിയമാവർത്തനം 7:12. നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും. അപ്പോൾ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, വേറൊരു സംഭവം കൂടി പറയുന്നുണ്ട് അവിടെ. എന്താണത്? കരുണ. അതാണ് സബ്സിഡി എന്ന് പറയുന്നത്. അതിൻ്റെ ഇല്ലാത്തതാണ്. നിങ്ങൾ ദൈവദൃശ്യന് സത്യസന്ധമായിട്ടും വിശുദ്ധയോടെ വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് കരുണ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മെറിറ്റില്ലാത്ത നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് വെച്ച് കഴിഞ്ഞാൽ അതാണ് കരുണ ലഭിക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണല്ലേ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ വക്രതയില്ലാതെ അവിശ്വസ്തതയില്ലാതെ ഉടമ്പടിയിൽ ഒരു വ്യക്തി ദൈവമായിട്ട് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ ഉടമ്പടി പ്രകാരം വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങളുടെ കൂടെയാണ് നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് കരുണ ലഭിക്കുന്നത്. ഇനിയും തിരിച്ചിട്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എക്സ്ട്രാ കരുണ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വക്രത കാണിക്കാതെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കണം. കൈ ഇടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം എന്താണ്? വക്രതയോ അവിശുദ്ധയോ കാണിച്ചാൽ എന്ത് പറ്റും? ഞാൻ എൻ്റെ മുഖം മറക്കുച്ച് കളയും. അതല്ലേ നിയമാവർത്തനം 32:20 എന്താ പറയണത്? ഉടമ്പടിയിൽ നിങ്ങൾ വക്രതയോ, കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു അച്ഛൻ്റെ വൈഫ് ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അപ്പം അവർ പറയണത് കേട്ടിട്ട് വേറെ ആൾക്കാർ വന്ന് എന്നോട് പറഞ്ഞാണ്. അവർ ഉടമ്പടി എടുത്തിട്ട് പിന്നെ അവർ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ കൂട്ടുകാരോട് പറയും, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, എന്ത് കഷ്ടപ്പാടാണെന്ന്. ഇത് എടുക്കണം ഓർക്കണ്ടേ? ദാറ്റ് മീൻസ് അവർ വക്രത കാണിക്കാൻ തീരുമാനിച്ചെന്ന് അർത്ഥം. നിങ്ങളിത് ദൈവദൃശ്യന് ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാരെ ദൈവത്തെ പറ്റിക്കാൻ തീരുമാനിച്ചെന്നർത്ഥം. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കണത്? 32:20 വായിച്ച് ശ്രദ്ധിക്കട്ടെ. അവിടുന്ന് പറഞ്ഞു, അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറയ്ക്കും. നിങ്ങൾ വക്രത കാണിച്ചാൽ എന്ത് സംഭവിക്കും? 32:20 അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറയ്ക്കും. അതാണ് പ്രശ്നം. കർത്താവിൻ്റെ മുഖം മറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലായ
കർത്താവിൻ്റെ മുഖം എന്ന് പറയുന്നത് നമ്മളെ ഒരു വ്യക്തിയുടെ സുരക്ഷിതത്വം എന്താണ്? ഇപ്പോൾ ഒരു കുഞ്ഞ് ഓടി നടന്ന് കളിക്കുകയാണ്, അമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴേ അമ്മയുടെ കൺവട്ടത്താണ് കുഞ്ഞ് ഓടി നടന്ന് കളിക്കുന്നത്, അല്ലേ? അതാണ് കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം. ഇൻ കേസ് എവിടെയെങ്കിലും കാലുതെറ്റ് വീണാലും അമ്മ ഓടിച്ചു നിൽക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിത മേഖലയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥമല്ല. കണ്ണും മൂക്കും പറ്റി ദൈവം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. ഒരു വ്യക്തി ഉടമ്പടി വ്യക്തിയായിട്ട് ചെയ്യുന്നോ വിശ്വസ്തയോട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്ന് വെച്ചാൽ അവനും അവളും സംരക്ഷണ വലയത്തിലാണ്. കൈയിടിച്ച് കർത്താണ് ചൊല്ലി. നിങ്ങൾ ദൈവം ബ്ലെസ് ചെയ്യുന്ന സമയമാണ്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അതിശക്തം കർത്താവ് നിങ്ങളുടെ രോഗങ്ങള്, വിഷമതകള്, ഹൃദയത്തിൻ്റെ ഭാരങ്ങള്, അട്ടിപോലെ ഇരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥകള് എല്ലാം മാറ്റപ്പെടാൻ വേണ്ടി കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന 36 വർഷം ഞാനർപ്പിച്ച കൃപായുടെ യുഗതയാൽ കൃപാസാത്താറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്തിന് എല്ലാ ഭാരങ്ങളും, എല്ലാ ആശ്വാസങ്ങളും, എല്ലാ രോഗങ്ങളും യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിശുദ്ധാത്മാവ് ഇപ്പം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വക്രതയില്ലാതെ അവിശ്വസ്തതയില്ലാതെ നമ്മൾ ഉടമ്പടിയിൽ ആണ് ജീവിക്കണമെങ്കിൽ വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ്. അതാണ് പറയണത്. അത് നിങ്ങൾക്ക് വക്രത വന്നാൽ, ഉടമ്പടി അവിശ്വസ്ത വന്നാൽ എൻ്റെ മുഖം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ മാറ്റിക്കളയെന്ന് പറഞ്ഞില്ലേ? അതായത് നമുക്ക് വക്രത അവിശ്വസ്ത ഉണ്ടായാൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റപ്പെടും. ദാറ്റ് മീൻസ് സംരക്ഷണം നഷ്ടപ്പെടുക. ഉടമ്പടി ഒരു വലിയ സംരക്ഷണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിജോമോൻ എന്ന് പറഞ്ഞൊരു സാക്ഷിയില്ലേ? സിജോമോൻ്റെ പ്രശ്നം എന്താ? സിജോമോൻ ഉടമ്പടി എടുത്ത, വീടില്ലാത്തതുകൊണ്ട് ഉടമ്പടി എടുത്ത, വീടുമില്ല, സ്ഥലവും ഇല്ല, ജോലിയില്ല, അതുകൊണ്ട് ഉടമ്പടി എടുത്ത. പക്ഷെ സിജോമോൻ എന്താ വെച്ചാൽ ഉറങ്ങാൻ നേരം നോക്കുമ്പോൾ ഒരു കുഞ്ഞു പാമ്പോടെ ഇരിക്കണം, അല്ലേ? അപ്പോൾ ഉടനെ അവനത് നോക്കി അതിൻ്റെ ഫോട്ടോ എടുത്ത് ആ പാമ്പിനെ തല്ലിക്കൊന്ന്, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് മൊബൈലിൽ സൂക്ഷിച്ച് ഈ മൊബൈൽ ഏത് തരത്തിലുള്ള പാമ്പാണിതെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 3 മണിക്കൂർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തളരാൻ തുടങ്ങി. ഒരു ചെറിയൊരു ബോധക്കേട് പോലെ വന്നു. അല്ല, അപ്പം തന്നെ അങ്കമാലി ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന ശേഷം ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്നെ കടിച്ചാണ്, എനിക്കൊരു ഓർമ്മയില്ല, പാമ്പ് ഇതാണ്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ശംഖുവരയനാണ്. അത് കടിച്ചെന്ന് 5 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ വെന്റിലേറ്ററായി പോകും. അപ്പം ആ ഒരു അവസ്ഥ ഈ മനുഷ്യൻ്റെ. അപ്പം അങ്ങനെ വന്ന് ഈ മനുഷ്യൻ്റെ അത് പറയുന്നുണ്ട്, അദ്ദേഹം എല്ലാം ഇവിടെ നിന്ന് വിവരിച്ചായിരുന്നു. അതായത് 5-ാമത്തെ മണിക്കൂറിൽ ഇയാളുടെ പാദം തളരും. പിന്നെ മുട്ട് വരെ തളരും. മരിച്ചു കൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിലാണ് ആൾ. അപ്പോൾ ഡോക്ടറിനുള്ളിൽ പറയുന്നുണ്ട്, അകലെയുള്ളവരൊക്കെ അറിയിച്ചോ, ഇനി നമുക്ക് ഇനി കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. എല്ലാം അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഇയാളുടെ അരക്കെട്ട് തളരും.
പിന്നെ നെഞ്ച് തളരും, മരവിച്ച് പോവും. അവസാനം അദ്ദേഹം പറയുന്നത് കണ്ണ് മാത്രം ചിമ്മി കണ്ണും അടഞ്ഞു പോണ സമയത്ത് ആരോ ഓടിക്കൊണ്ടുവന്ന് ഉടമ്പടി കാശ് രൂപം വീട്ടിൽ നിന്ന് കാറിൽ പാഞ്ഞ് എടുത്ത്, അപ്പോഴാണ് ഓർമ്മ വന്നത്. ഇവിടെ പാഞ്ഞ് കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ വെൻറ്റിലേറ്ററിൽ കൊണ്ടുവന്നിട്ട് സിസ്റ്ററെ എത്രയും വേഗം വെക്കാൻ പറഞ്ഞ് കൊണ്ടുപോയി. സിസ്റ്റർ ഈ വെൻറ്റിലേറ്ററിൽ കയറി ഈ ഉടമ്പടി കാശുരൂപ അയാളുടെ മുതുകത്ത് വെച്ചോടുകൂടി പിന്നെ പെട്ടെന്നാണ് മരുന്ന് പിടിക്കാൻ തുടങ്ങിയത്. പരിപാടി നീ മനുഷ്യന് ജീവൻ വെക്കുകയും ആ മരുന്ന് അക്സെപ്റ്റ് ബോഡി അതിന് അക്സെപ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് ഈ മനുഷ്യൻ ജീവനിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, അതായത് ഈ മനുഷ്യൻ ഡെഡാണ്, മരിച്ചതുമാണ്, മരവിച്ചതുമാണ്. പക്ഷെ അമ്മ മാതാവ് നിങ്ങൾക്ക് ഞങ്ങളെ ഒരു നേർച്ച വസ്തുക്കളൊക്കെ തരുമ്പോഴേ നിങ്ങളോട് പറയുമ്പോൾ ചിലർക്കത് മനസ്സിലാവത്തില്ല. നിങ്ങൾ ഈ പള്ളികളിലൊക്കെ വെച്ച് പൈസ ഒക്കെ വെഞ്ചിരിക്കണ പോലുള്ള എന്തോ വെഞ്ചിരിപ്പാണെന്ന്, അങ്ങനെയല്ലേ സംഭവം. എന്തുകൊണ്ടാണ് നിങ്ങളത് കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്ന് പറയണത്? എന്തുകൊണ്ടാണ്? കൈമാറ്റം ആ വസ്തുവിലല്ല വിഷയം ഇരിക്കണത്, അത് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ആ വ്യക്തിയിലാണ് വിഷയം ഇരിക്കുന്നത്. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അതിലൂടെയാണ് ഈ പവർ ആക്ടിവേറ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ ഒരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മകളായിരിക്കാം ചിലപ്പോൾ, അവൾ ചിലപ്പോൾ 2-3 പ്രേമബന്ധവും നാട്ടുകാരെ പറ്റിച്ചതും തേച്ചതുമായിട്ട് പാർട്ടിയായിരിക്കും. നിങ്ങളത് വർക്ക് ചെയ്തിട്ടില്ല, അവൾക്ക് കുമ്പസാരില്ലാത്ത അവൾ പാർട്ടിയായിരിക്കും. നിങ്ങളപ്പോൾ കാനഡയിലെ മണ്ണാങ്കടൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നെടുമ്പാശ്ശേരി മകളെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് കാശ് കൊടുത്തിട്ട് കാര്യമില്ല. അവളോട് മര്യാദക്ക് ദൈവത്തെ മറന്ന് ജീവിക്കാതിരിക്കാൻ പറയണം. നിങ്ങൾ ആ ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറയുമോ? നിങ്ങൾ പറയത്തില്ല. ഇതെങ്ങനെ അവളെ വിഷമിപ്പിച്ച് വിട്ടാൽ എന്ത് ചെയ്യും? അവൾ നമ്മുടെ കൈയും കാലും വിട്ട് കണ്ണെത്താത്ത ദൂരത്ത് പോയിക്കല്ലേ. അവളെ വിഷമിപ്പിച്ച് വിട്ടാൽ എന്ത് ചെയ്യും? നിങ്ങൾ മനുഷ്യരെക്കാൾ ദൈവത്തെക്കാൾ ഉപരി മക്കളുടെ സമാധാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളെ നഷ്ടപ്പെടും, ദൈവത്തെ നഷ്ടപ്പെടും. അപ്പോൾ അമ്മയെന്ന രീതിയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഞാൻ അച്ഛനാണ്, അപ്പം ഞാൻ അച്ഛനും തന്നെയാണ് പറയണത്, അല്ല വേറെ ഒരാളത്തിൽ ഞാൻ അച്ഛൻ പറയാം എന്നാ പറയണത്. എന്താ കാര്യം? എനിക്ക് ബോധമുണ്ട്, ഞാൻ അച്ഛനാണെന്നുള്ളതിനെക്കുറിച്ച് ബോധമുണ്ട്. അതൊരു വരപ്രസാദമാണ്, അതൊരു അധികാരമാണ്. അതെൻ്റെ കർത്താവ് എനിക്ക് പട്ടത്തിലൂടെ തന്നതാണ്. ഞാനൊരു മനുഷ്യനോട് കർത്താവിൻ്റെ നാമത്തിൽ നീ പോ, നിനക്ക് ആശ്വാസം ഉണ്ടാവും, നീ തിരിച്ചു വരും, നീ സാക്ഷ്യം പറയുമെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കണ്ടിട്ടല്ല പറയണത്, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടിട്ടാണ് പറയണത്. അപ്പം നിങ്ങൾ പോയി കഴിഞ്ഞ ശേഷം ഞാൻ പറയും, ഒന്നും കണ്ടിട്ടില്ല, നിന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അവൻ തിരിച്ചു വരണം. നീ ഒരു അമ്മയാകുമ്പോൾ, നീ ഒരു അപ്പനാകുമ്പോൾ ദൈവം നിനക്ക് അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടിങ് ഗ്രേസ് തരും. അത് നിൻ്റെ മക്കൾക്ക് അഴിവിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഉപ്പ് പോലെ പ്രവർത്തിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയാണ്. നീ ആ ഒരു ബോധമുണ്ടാകണം. പണ്ട് ഞാനൊരു സാക്ഷ്യം ഇവിടെ കേട്ടിട്ടുണ്ട്. അവർ സാക്ഷ്യം പറഞ്ഞ ഇതാണ്, അവരുടെ മകള് വേറെ ഒരുത്തനെ പ്രണയിച്ചു. അപ്പോൾ ഉടനെ ഈ അമ്മ അത് അറിഞ്ഞ ശേഷം അവൻ്റെ ഫോൺ നമ്പർ വിളിച്ചിട്ട് പറഞ്ഞേടാ, എൻ്റെ മകൾ കർത്താവിൻ്റെ അടുത്തറി ജ്ഞാനസ്ഥാനം സ്വീകരിച്ച ആളാണ്, നീ അത് സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ ദൈവം നിനക്ക് തരത്തില്ല, നീ നിൻ്റെ കാര്യം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അതെന്താ കാര്യം? അധികാരമാണ്. പക്ഷേ ഇവർ വലിയ ചക്രം പീരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് ഇടപെട്ട് ഒറ്റാഴ്ച കൊണ്ട് സഹായം പൊളിച്ച് തയ്ക്കോട്ടെ. അത് അധികാരമെന്ന് പറയുക. അമ്മമാർക്ക് അധികാരമുണ്ട്, അപ്പന്മാർക്ക് അധികാരമുണ്ട്. ദൈവം നിങ്ങളെ അമ്മയാക്കിയപ്പോഴേ, ദൈവം നിങ്ങളെ ഭാര്യയാക്കിയപ്പോഴേ, ദൈവം നിങ്ങളെ ഭർത്താവാക്കിയപ്പോഴേ ദൈവം നിങ്ങൾക്ക് നൽകുക അധികാരം. നിങ്ങൾ ദൈവത്തിന് വിനിയോഗിക്കാൻ തയ്യാറായാൽ ദൈവം ആരാണെന്ന് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബം അറിയും. കൈയടിച്ച് കർത്താവിലല്ലേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നോട്ട് എന്താ?
അതായത് നമ്മൾ വക്രതയില്ലാതെ വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ ഉടമ്പടി ജീവിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കൺമുമ്പിലാകുമെന്നാണ് പറഞ്ഞത്, ഇല്ലേ? എന്താ, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാര്യം ചില സമയത്ത് നമുക്ക് ഒരു പാപകരമായ അവസ്ഥകൾ ചിലക്കെങ്കിലും ജീവിതത്തിലുണ്ടാകും. പക്ഷെ അപ്പോഴും പരിശുദ്ധാത്മാവും മിനിമം ഹോളി സ്പിരിറ്റ് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു പോകത്തില്ല. എൻ്റെ മക്കളത് മനസ്സിലാക്കണം. നിങ്ങൾ ചിലപ്പോൾ അങ്ങ് ചിന്തിച്ച് കാണാം, ഞാനിങ്ങനെ പാപിയായിപ്പോയി, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മിക്കവാറും പോയി കാണുമെന്ന്. അങ്ങനെയില്ല. ദാവീദ് പാപിയായ സമയത്തും ദാവീദ് പ്രാർത്ഥിച്ചത് എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിപ്പാവനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ. അതായത് പാപകരമായൊരു സാഹചര്യത്തിലാണെങ്കിലും നീ ദൈവഭയമുള്ള വ്യക്തിയാണെങ്കിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്നെ നിർത്തിക്കൊണ്ട് നിന്നെ പതുക്കെ പതുക്കെ വീണ്ടെടുക്കും. കൈ ഇടിച്ചു കർത്താവിലല്ലേ. അപ്പോൾ ആ പാമ്പ് കടിയേറ്റ് മരിച്ച് പോരായപ്പോൾ ആളെ തിരിച്ചു കൊണ്ടുവന്നില്ലേ ദൈവം? അതെന്താ? അതാണ് സംരക്ഷണം എന്ന് പറഞ്ഞത്, ഉടമ്പടിയുടെ സംരക്ഷണം. ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തികൾക്കും ദൈവം ആ മനുഷ്യൻ ഉടമ്പടി എടുത്ത് പാമ്പ് കടിയാക്കാതിരിക്കാനല്ലേ? അദ്ദേഹത്തിന് വീടില്ല, അതുപോലെ തന്നെ ജോലിയുമില്ല, അതിൻ്റെ പേരിലെടുത്ത സ്ഥലമില്ല. അതെല്ലാം എങ്ങനെ റീസെറ്റ് ചെയ്ത് നോക്കിയത്? നിങ്ങളെ സാക്ഷ്യം കേൾക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു അപായം വന്നത്. പക്ഷെ അതിലും ദൈവം അവനെ സംരക്ഷിക്കും. അപ്പോൾ ഉടമ്പടി ഒരു സംരക്ഷണമാണ്. അപ്പം നമ്മൾ നാം വക്രതയില്ലാതെ വഞ്ചനയില്ലാതെയാണ് അത് വിശ്വസ്തയോടെ ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ്. കരുതുക, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വക്രത കാണിച്ചാൽ പരിഭ്രമം വരണത് അങ്ങനെയാണ്. ആൾക്കാർക്ക് പരിഭ്രമം വരികയില്ല. ജപ്തി നടപടി വരുമ്പോൾ പരിഭ്രമം വരും, ഇല്ലേ? ഡോക്ടർമാർ പറഞ്ഞ് അത് ഹാർട്ടൊന്ന് ചെക്ക് ചെയ്യുന്നപ്പോൾ പരിഭ്രമമായിപ്പോയി. എന്തെങ്കിലും പരിഭ്രമം വരണത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ആണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ പരിഭ്രമം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ പരിഭ്രമം ഉണ്ടാകും. അതാണ് വിഷയം. നമ്മുടെ സങ്കീർത്തനം 30:8, സങ്കീർത്തനം 30:8-9. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 30-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിഷയം. വക്രത വന്നാൽ മുഖം മറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നിയമാവർത്തനം 32:20. വക്രത കാണിച്ചാൽ, ഉടമ്പടിയിൽ വക്രത കാണിച്ചാൽ പിന്നെന്ത് പറ്റും? ഞാൻ നിങ്ങളെ മുമ്പിൽ നിന്ന് എൻ്റെ മുഖം മറക്കും. അപ്പോഴും മുഖം മറച്ചാൽ എന്ത് സംഭവിക്കാം? സങ്കീർത്തനം 30:7-8 എന്താണ്? പരിഭ്രമം ഉണ്ടാവും. ഈ പരിഭ്രമം എങ്ങനെ ഉണ്ടാക്കിയതാണ്? നമ്മളുണ്ടാക്കിയെടുത്തല്ലേ. പരിഭ്രമമില്ലാതെ ജീവിക്കാനുള്ള മെയിൻ സംഭവം എന്ത്? ഒരു വിഷയത്തിലും പരിഭ്രമമില്ലാതെ ജീവിക്കാൻ പറ്റും. എന്തെങ്ങനെ ജീവിക്കാൻ പറ്റും? ദൈവത്തിന് സന്നിധിയിൽ നിൽക്കാൻ. എങ്ങനെ? വിശ്വസ്തയോടെ വക്രതയില്ലാതെ കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് കൈയടിച്ച് കർത്താവിന് പാപം ചെയ്യാൻ
വീഴാതിരിക്കുവാൻ വചനം എന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം മൗനമായി മുട്ടെന്നിക്കുക. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. കെട്ടവചനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വക്രതയില്ലാതെ വിശ്വസ്തയോടെ കർത്ത തിരുസനെ വ്യാപരിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. യേശുവേ ദൈവത്തിരുസന്നിധിയിൽ സത്യസന്ധതയോടെ വ്യാപരിക്കുവാൻ, വക്രതയില്ലാതെ വ്യാപരിക്കുവാൻ, നിയമങ്ങൾ പാലിച്ചു മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിക്കുവാൻ, ദൈവ ഭയത്തോടെ ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കുക. കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിലെ വിശ്വസ്തരാണ്. ഇൻ കേസ് ഉടമ്പടി കാലത്ത് ചെറിയ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെ കരച്ചിൽ കണ്ടില്ലേ, സഹനമായ ഒരു സാഹചര്യം വന്ന കണ്ട, പക്ഷെ അത് അന്ത്യമല്ല. അതിനെ അവർ പ്രാർത്ഥിച്ച് അതിജീവിച്ചോ ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിൻ്റെ വിഷയമായി മാറ്റിയത്. ഇതുപോലെ അതുകൊണ്ട് ബൈബിൾ എന്താ പറയണത്? ചില സമയത്ത് സന്ധ്യയിൽ കരച്ചിൽ വരാം, പക്ഷെ പ്രഭാതം വരുമ്പോൾ സന്തോഷമായി മാറും. അതാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ നേച്ചറാണ് പറയണത് കർത്താവിൻ്റെ വചനം. സന്ധ്യയിൽ കരച്ചിൽ വരുന്നു പറഞ്ഞ് കരച്ചിൽ വരുന്നു. 30-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 30-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്തെന്ന് പറഞ്ഞ എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അപ്പൊ നീണ്ടു നിൽക്കത്തില്ലെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അടുത്തത്
അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും ഇടയ്ക്കൊരു ചെറിയ ക്ലേശങ്ങൾ വന്നാൽ നിങ്ങളെ ക്ലേശത്തിൽ നിങ്ങളെ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ പ്രേയർ ചെയ്ത് പ്രതിരോധിച്ച് കർത്താവിൻ്റെ ഈ സന്ധ്യയെ വിശ്വാസം കൊണ്ട് അതിജീവിക്കണം. സന്ധ്യയിനെയും കരച്ചും വിശ്വാസം കൊണ്ട് അതിജീവിക്കണം. പ്രഭാതം സന്തോഷത്തിലേക്ക് വന്ന് അത് പൊട്ടിവിടുന്നവരെ നമ്മൾ വിശ്വാസി നോക്കി പാർക്കും. അതുകൊണ്ടാണ് പറയേണ്ടത്, സന്ധ്യ അതായത് പ്രഭാതമാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെയാണ് ഓരോ വിശ്വാസിയും. പ്രഭാതമാകുന്ന വൃത്തിയായിട്ട് നമുക്കറിയാം. അപ്പം അതിനുള്ളിലുണ്ടാകുന്ന രാത്രികളെ നമ്മൾ പഴിക്കത്തില്ല. അത് പ്രാർത്ഥനയുടെ വിഷയമാക്കി മാറ്റും. കൈയിടിച്ച് കർത്താൻ ശ്രമിക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കളെ കൈകൾ മാറ്റി മാറ്റി വെക്കണം കേട്ടോ. രോഗമുള്ളിടത്തെ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്തും രോഗസൗഖ്യ പ്രാർത്ഥന സമയത്തും യേശു കർത്താവാണ് എന്ന അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവം അവനെ മരിച്ചു എന്ന് കേൾപ്പിച്ചു. അങ്ങനെയാണ് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. യേശു കർത്താവാണ് പറഞ്ഞേ. യേശു കർത്താവാണ്. ഞാൻ അത്തരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചു എന്ന് ഏൽപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ ഉയർപ്പിന്റെ ശക്തിയാൽ എന്റെ മാരക ദുരോഗങ്ങളെ വിട്ടുമാറട്ടെ. യേശു കർത്താവാണെന്ന് ഞാൻ അത്തരം കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ വ്യാധികളെ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ. സുഖമായി സദയത്തോടെ സുഖമായി എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടുകൂടി വേണം. അച്ഛൻ നിങ്ങളെ ശാസിക്കും, അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത്. കാര്യം നിങ്ങൾ എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ആധ്യാത്മിക ധാരണ പിശകുകൾ തിരുത്താനാണ് അച്ഛൻ നിങ്ങളെ ശാസിക്കുന്നത്. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധി കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, അമ്മയാണ് എന്നെ കൊണ്ടുവന്നത്. എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ഈ മണ്ണിൽ നിന്ന് എനിക്ക് പരിഹാരം ഉണ്ടാകും. ആ ഒരു ബോധം ഉണ്ടായാൽ മതി. ബാക്കി ഒരു പ്രശ്നവുമില്ല. ബാക്കിയെല്ലാം നമ്മളല്ല ചെയ്യേണ്ടത്, അമ്മയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോഴവർ ദൈവം അനുഗ്രഹിക്കും. കാര്യം നമ്മളൊരു പ്രതീക്ഷ, അവർ രക്ഷപ്പെട്ട നമ്മളുടെ കുറേ പ്രശ്നങ്ങളെല്ലാം സമാധാനത്തിൽ അവസാനിക്കും.
അതുകൊണ്ട് അവരുടെ ജോലി, അവരുടെ വീട്, അവരുടെ വിവാഹം, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പരീക്ഷ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നാമത്തെ സഭയുടെ മക്കളെ കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മക്കളുടെ തുടർന്നുള്ള പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിലുള്ള രോഗികള്, നിങ്ങളുടെ തന്നെ രോഗങ്ങൾ, ഉടമ്പടി വെച്ചിരിക്കുന്ന രോഗങ്ങൾ, അതുമേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പൂർവാധികം ആരോഗ്യത്തിൽ വിടുതൽ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിലെ എല്ലാ മക്കളെയും സമർപ്പിച്ചു എല്ലാ മേഖലകളെയും കരിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ട ജോലിയില്ലാത്തവരെ, അതുപോലെ തന്നെ സാമ്പത്തികമായ ബാധ്യതയുള്ളവരെ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, സർവീസ് പ്രോബ്ലംസ് ഉള്ളവരെ, കുടുംബസമാധാനം ഇല്ലാത്തവർ, കുടുംബം വൈവാഹിക ബന്ധം പിരിയാൻ പോകുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവരെ, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേലിൽ ദൈവിക വിടുതൽ സംഭവിക്കാൻ പരിശുദ്ധയുടെ മധ്യസ്ഥ യേശുനാമത്തിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇത്. വളരെ മർമ്മപ്രധാനമായ സമയമാണ്. വളരെ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സാക്ഷ്യം പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ കിട്ടാനുള്ള സമയമാണ്. എല്ലാവരും മുട്ട നിൽക്കുക. സമാപനാശീർവാദം. ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളുടെയും ഉടമ്പടി വിഷയങ്ങൾ ഒരു നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ
ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ ആവേ